നമുക്ക് പ്രധാന രാസപ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത് പറയുന്നത് ന്യൂട്രലൈസേഷനാണ്. ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ ആസിഡും ആൽക്കലിയുമായി പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രക്രിയയാണ് ന്യൂട്രലൈസേഷൻ. ഇപ്പോൾ ന്യൂട്രലൈസേഷൻ എന്താ? ആസിഡ് ആൽക്കലി, ഈ ആസിഡ് ആൽക്കലി രണ്ടും കൂടി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകും? രണ്ട് ഘടകങ്ങളുണ്ടാകും, ജലവും ഉണ്ടാവും ലവണവും ഉണ്ടാവും. ആസിഡും ആൽക്കലിയുമായി പ്രവർത്തിച്ചിട്ട് ജലവും ലവണവും ഉണ്ടാകും. അതാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത രാസപ്രക്രിയ എന്ന് പറയുന്നത് ക്രമാറ്റോഗ്രാഫിയാണ്. ക്രമാറ്റോഗ്രാഫി എന്ന് വെച്ചാൽ ഒരു മിശ്രിതത്തിലെ വിവിധ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? ക്രമറ്റോഗ്രാഫി. അപ്പം ക്രമറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഒരു മിശ്രിതം ഉണ്ടാവും. അതിൽ ഇപ്പോൾ ഒരു മിശ്രിതം എന്ന് പറയുമ്പോൾ തന്നെ